പേജ് നമ്പർ 51 ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. There are 3 pieces of ribbon. Two of the pieces and half the third piece laid into it make 1 meter. What is the length of a piece in centimeters? അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു മൂന്ന് റിബണുകൾ അല്ലേ, ഒരു റിബണ്, വേറൊരു റിബണ്, മറ്റൊരു റിബണിൻ്റെ ഹാഫ് പാർട്ട്, ഏകദേശം ഇത്രയും ചേർത്ത് നമ്മൾ എന്ത് ചെയ്തു, കൂട്ടി യോജിപ്പിച്ച് കിട്ടിയാൽ ഇതിന് മാത്രം നീളം എത്രയാണ്? 1 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയത്തിൻ്റെ നീളം 1 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പീസിൻ്റെ നീളം എത്ര? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 1 പീസ്? എങ്ങനെ ചെയ്യും നോക്കുക. 2.5 പീസ്, 1, 2, അതിന് 2 1/2 പീസ് ടുഗദർ ഫോം 1 മീറ്റർ അല്ലേ. 2.5 മീറ്റർ നീളത്തിലുള്ള ഈ കഷ്ണങ്ങൾ ചേർത്ത 1 മീറ്റർ കിട്ടും. 2.5 മീറ്റർ കഷ്ണങ്ങൾ ചേർക്കുമ്പോഴാണ് 1 മീറ്റർ. അപ്പോൾ 1 പീസിൻ്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1 പീസ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 1/2, അത്രേ ഉള്ളൂ. അപ്പോൾ ഡിവിഷൻ്റെ ഭാഗം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1 ഇൻറ്റു 1 മിനിറ്റ് 1 ഡിവൈഡഡ് ബൈ ഈ മിക്സഡ് ഫ്രാക്ഷനെ ഫ്രാക്ഷൻ ആക്കാം നമുക്ക് കേട്ടോ. മിക്സഡ് ഫ്രാക്ഷനെ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 2 2 4 + 1 5/2. നമ്മൾ ഫ്രാക്ഷനിലെ ഡിവിഷൻ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ കണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2/5. സോ 1 2s are 2 ഡിവൈഡഡ് ബൈ 5. ഇതാണ് എന്ത് മീറ്ററിൽ നമ്മൾ എഴുതുമ്പോൾ. ഇനി സെൻറ്റിമീറ്ററിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചോദ്യം, സെൻറ്റിമീറ്റർ. അപ്പോൾ എന്ത് ചെയ്യണം? 2/5 ഇൻറ്റു 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 200/5. അപ്പോൾ എത്ര വരും? ഇത് കട്ട് ചെയ്താൽ 4 വരും, 40 സെൻറ്റിമീറ്റർ വരും ആൻസർ. ക്ലിയർ അല്ലേ? ശരിയല്ലേ? നോക്കിക്കേ, 40 സെൻറ്റിമീറ്ററും 40 സെൻറ്റിമീറ്റർ 40ൻ്റെ ഹാഫായി 20 കൂടെ ചേർക്കുമ്പോഴല്ലേ 100 മീറ്റർ വരുന്നത്. ക്ലിയർ അല്ലേ?